ഇനി മറ്റൊരു പ്രത്യേകത അള്ളാഹു എന്ന പേരിനുള്ളത് നമ്മെ അറിയിക്കുന്നത് ഒരു തിരുമൊഴിയാണ്, ഹദീസാണ്. പ്രസ്തുത ഹദീസ് ഇമാം തുർമുദി അവിടുത്തെ സുനനിൽ, ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചതാണ്. പ്രസ്തുത ഹദീസ് സഹിഹാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ മുഴുവൻ സൃഷ്ടികൾ, പടപ്പുകൾ, അവരുടെ മേൽ എല്ലാവരും കാണെ സാക്ഷിയാകും വിധം ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കും. ഒരു വ്യക്തിനെ കൊണ്ടുവരും, എല്ലാവരും കാണെ അന്ത്യനാളിൽ. എന്നിട്ട് ഫയൻഷുറു അലൈഹി തിസ്അത വതിസ്ഈന സിജില്ല കുല്ലു സിജില്ലിൻ മിസ്ല മദ്ദിൽ ബസർ. ആ വ്യക്തിക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 99 സിജില്ല്, ഏടുകൾ നിരത്തി വെക്കും. ഒരു വ്യക്തിയെ അള്ളാഹു അന്ത്യനാളിൽ ജനസമക്ഷം കൊണ്ടുവരിക, എല്ലാവരും കാണും വിധം. എന്നിട്ട് അയാളുടെ മുമ്പിൽ 99 സിജില്ല് അള്ളാഹു നിവർത്തി വെക്കും. ഓരോ സിജില്ലും, രേഖയും, അത് മദ്ദൽ ബസർ എന്നാണ്, ദൃഷ്ടി എത്തുന്ന നീളം അത്രയുന്നാണ്. അപ്പോൾ എത്ര വലുതാ? സുമ്മ യഖൂൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഅൻ, ഈ 99 ഏടുകൾ അതിൽ നിങ്ങൾക്ക് വല്ലതും നിഷേധിക്കാനുണ്ടോ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനുണ്ടോ എന്നാണ്. അതായത് ഈ 99 ഏടുകൾ എന്തിൻ്റെ ഏടുകളാണെന്നറിയോ? ഇയാളുടെ തിന്മകളാണ്, ഇയാളുടെ പാപങ്ങളാണ്, തെറ്റുകുറ്റങ്ങളും കുറ്റകൃത്യങ്ങളുമാണ്. അതാണ് 99 സിജില്ലുകൾ. അതാണ് അയാളുടെ മുമ്പിൽ നിവർത്തി വെക്കുന്നത്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, ഈ തെറ്റുകളൊക്കെ നിങ്ങൾ ചെയ്തതാണ്, ഇതിൽ നിന്ന് വല്ലതും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ ആളാണോ എന്ന് ചോദിക്കും. അള്ളാഹു ചോദിക്കും, ഈ രേഖകൾ നിങ്ങളുടെ കർമ്മരേഖകളാണ്. ഈ കർമ്മരേഖകളെ എഴുതിയത് നമ്മുടെ മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകളാണ്. ആ മലക്കുകൾ നിങ്ങളുടെ തെറ്റുകളെ രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങളോട് അന്യായം കാണിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കും. എന്താ, നിങ്ങൾ ചെയ്യാത്തത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ചെറിയ തെറ്റ് ചെയ്തപ്പോൾ അത് വലിയ തെറ്റെന്ന് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ കുറച്ച് സമയം തെറ്റ് ചെയ്തത് കുറേ സമയമാക്കിയിട്ട് എഴുതിയിട്ടുണ്ടോ? അതൊക്കെയാണ്. ഇങ്ങനെ എൻ്റെ മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകൾ നിങ്ങളുടെ കുറ്റങ്ങൾ എഴുതിയപ്പോൾ വല്ല അന്യായവും ചെയ്തിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കും. എന്താ അയാൾ പറയാ? ഫയഖൂലു ലാ യാ റബ്ബ്. ആ വ്യക്തി പറയും, അല്ലാഹുവേ ഇല്ല, ഞാൻ ചെയ്യാത്തൊന്നും ഇതിലില്ല, ഞാൻ ചെയ്തതില്ലാതെ, അതിൻ്റെ എണ്ണവും വണ്ണവും അല്ലാതെ ഏറ്റക്കുറച്ചിൽ ഒരു അനീതിയുമില്ല ഈ എഴുതിയതിൽ എന്ന് അയാൾ സമ്മതിക്കും. അപ്പോൾ ഫയഖൂൽ, അല്ലാഹു ചോദിക്കും, അഫലക ഉസ്റുൻ, നിനക്ക് വല്ല ഒഴിവ് കഴിവും ഈ തെറ്റുകൾ ചെയ്തതിൽ പറയാനുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ തെറ്റാണല്ലോ, 99 ഏടുകൾ, ഓരോ ഏടും ദൃഷ്ടി എത്തുന്ന ദൂരം അത്രയാണ്. ഇതൊക്കെ ചെയ്തതിൽ നിങ്ങൾക്ക് വല്ല ഒഴിവ് കഴിവും പറയാനുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഖാല ലാ യാ റബ്ബ്, ആ മനുഷ്യൻ പറയാണ്, അല്ലാഹുവേ ഇല്ല. അപ്പം അല്ലാഹു പറയും, ബല, എന്നാൽ ഒരു സംഗതി ഉണ്ട്. അതെന്താ? ഇന്ന ലക ഇൻദനാ ഹസനതൻ വ ഇന്നഹു ലാ ദുൽമ അലൈകൽ യൗം. അല്ലാഹു ആ മനുഷ്യനോട് പറയും, നിങ്ങൾക്കൊരു പുണ്യമുണ്ട്, ഈ തിന്മകളൊക്കെ ഉള്ളതോടൊപ്പം നിങ്ങൾക്കൊരു ഹസനത്ത്, നന്മയുണ്ട്. ആ നന്മയുള്ളതോടൊപ്പം ഇന്നേ ദിവസം യാതൊരു അന്യായവും നിങ്ങൾക്ക് നേരെയില്ല എന്ന് അല്ലാഹു അയാളോട് പറയും. ഫതുഖ്റജു ബിതാഖതൻ ഫീഹാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഒരു ബിതാഖ പുറത്തെടുക്കും. ബിതാഖ എന്ന് പറഞ്ഞാൽ അതൊരു തോൽ കഷ്ണമാണ്. അതിലുണ്ടാകും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നെഴുതി. സാക്ഷ്യവചനം അയാൾ പറഞ്ഞത് അതിലുണ്ടായിരിക്കും. എന്താ സാക്ഷ്യവചനം? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അത് അയാൾ പറഞ്ഞത് അതിലുണ്ടായിരിക്കും. എന്നിട്ട് ഫയഖൂൽ, അല്ലാഹു പറയും, ഉഹ്ദുർ വസ്നക്, നിങ്ങളെ തൂക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തൂക്കാൻ ഹാജരാകാൻ പറയും. അന്ത്യനാളിൽ അല്ലാഹു മീസാൻ സ്ഥാപിക്കും. മീസാൻ സ്ഥാപിച്ചാൽ ആ മീസാനിൽ നന്മ തിന്മകളെ തൂക്കും. നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ തൂക്കും. ചിലരുടെ വിചാരണയിൽ ആളെ തന്നെയും അല്ലാഹു തൂക്കും മീസാനിൽ. അപ്പോൾ തൂക്കുന്നതിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് അയാളോട് പറയും. അപ്പോൾ ഈ വ്യക്തി ചോദിക്കും, യാ റബ്ബ് മാ ഹാദിഹിൽ ബിതാഖത്തു മാ ഹാദിഹി സിജില്ലാത്ത്. അല്ലാഹുവേ, ഈ ഒരു ബിതാഖയാണ് നന്മയായിട്ടുള്ളത്, തിന്മകളായിട്ട് ഈ ഏടുകളെല്ലാമാണുള്ളത്, 99 ഏടുകൾ, അതും കണ്ണെത്താ ദൂരം. അപ്പോൾ ഈ ഒരു
നന്മയുടെ ബിതാക്കയും കഷ്ണവും ഈ ഏടുകളുമൊക്കെ എവിടെ കിടക്കണ് എന്ന് അള്ളാഹുവോട് അയാൾ ചോദിക്കുമ്പോൾ ഫയഖൂലു, അള്ളാഹു പറയും, ഇന്നക ലാ തുദ്ലം, നിശ്ചയം താങ്കൾ ഇന്ന് അന്യായത്തിന് വിധേയമാവില്ല, ആക്രമിക്കപ്പെടില്ല. അങ്ങനെ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫതൂദഉ സിജില്ലാതു ഫീ കിഫ, മീസാനിൻ്റെ തുലാസിൻ്റെ ഒരു തട്ടിൽ സിജില്ലാത്ത് വെക്കും, തിന്മയുടെ സിജില്ലാത്ത് രേഖകൾ വെക്കും. വൽ ബിതാഖത്തു ഫീ കിഫ, തുലാസിൻ്റെ മറ്റേ കിഫയിൽ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ ഉണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് അയാൾ പറഞ്ഞ ബിതാഖുണ്ടല്ലോ, അതും വെക്കും തുലാസിൻ്റെ മറ്റേ തട്ടിൽ. എന്താ സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫതാശതി സിജില്ലാത്തു വസഖുലത്തിൽ ബിതാഖ, ഫതാശതി സിജില്ലാത്ത്, തിന്മകളുടെ രേഖകൾ അത് കനം കുറയും. വസഖുലത്തിൽ ബിതാഖ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് രേഖപ്പെടുത്തിയ ബിതാഖ അത് ഭാരം തൂങ്ങുകയും കനം തൂങ്ങുകയും ചെയ്യും. അല്ലാഹു അക്ബർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വചനം, അതാണ് നമ്മുടെ വിഷയം. എന്താ തിരുനബി പറഞ്ഞത്? ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ഷൈഉൻ, ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇസ്ം, നാമം, അള്ളാഹ് എന്ന നാമം, അതോടൊപ്പം യാതൊന്നും ഭാരം തൂങ്ങുകയില്ല. ഏറ്റവും ഭാരവും ഏറ്റവും വെയിറ്റും ആർക്കായിരിക്കും? അള്ളാഹ് എന്ന നാമത്തിനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഉണർത്തണ്ടായി. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹ് എന്ന പേരിന് എത്ര വെയിറ്റ് ഉണ്ട്, അതിന് എത്ര ഭാരമുണ്ട്. നാളെ നന്മയുടെ തുലാസുകൾ കനം തൂങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന കലിമത്ത് സാക്ഷാത്കരിച്ചവന് അവൻ്റെ സാക്ഷ്യവചനത്തിലുള്ള അള്ളാഹ് എന്ന നാമം അതിനേക്കാൾ ഭാരം തൂങ്ങുന്ന യാതൊന്നും അന്ത്യനാളിൽ അവനുണ്ടാകില്ല എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അള്ളാഹ് എന്ന നാമം, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യേകത, ഇതാണ് ഇവിടെ നമ്മുടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ നമ്മളെ അറിയിക്കുന്നത്.